ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജിതേഷ്, ജില്ലാ ബിജെപിയുടെ അധ്യക്ഷൻ AR ശ്രീകുമാർ, ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുതിർന്ന നേതാക്കളെ, സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ, നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. 20ാമത്തെ ബലിദാന ദിനമാണ്, സത്യേഷിന്റെ ബലിദാന ദിനമാണ് നാം ആചരിക്കുന്നത്. 20 വർഷം കഴിയുമ്പോഴും സത്യേഷിന്റെ ഓർമ്മകൾ ഈ കൊടുങ്ങല്ലൂരിലും പരിസരത്തും എത്രമാത്രം ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ബലിദാന ദിനത്തിൽ ഇന്ന് ഒത്തുചേർന്നിരിക്കുന്ന നൂറുകണക്കായിട്ടുള്ള ജനങ്ങളുടെ പങ്കാളിത്തം, ആയിരക്കണക്കായ ജനങ്ങളുടെ പങ്കാളിത്തം തെളിയിക്കുന്നത്. സത്യേഷ് കൊല ചെയ്യപ്പെടുമ്പോൾ കൊടുങ്ങല്ലൂരിൽ BJP അതിന്റെ ശൈശവാവസ്ഥയിലായിരുന്നു. സത്യേഷ് കൊല ചെയ്യപ്പെടുമ്പോൾ, സത്യേഷിനെ CPMകാർ കൊല്ലുമ്പോൾ സർവപ്രതാപത്തോടെ കൊടുങ്ങല്ലൂരിൽ CPM ആരും ചോദിക്കാനില്ലാത്ത എല്ലാ അധികാരങ്ങളും കയ്യിലുള്ള ഒരു വലിയ വടവൃക്ഷമായിരുന്നു ആ കാലത്ത് കൊടുങ്ങല്ലൂരിൽ CPM. എന്നാൽ ഇന്ന് CPM ഈ മുനിസിപ്പാലിറ്റിയിൽ ഭരണം നിലനിർത്താൻ കോൺഗ്രസിന്റെയും മതമൗലികവാദികളുടെയും അടുക്കള നിറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് അവർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ നാം കാണുന്നത്. ഇന്ത്യ മുന്നണി യാഥാർത്ഥ്യമായ സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. പരസ്പരം മറ്റെല്ലായിടത്തും മത്സരിക്കുന്ന കൊടുങ്ങല്ലൂരിൽ CPMഉം കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അങ്ങനെയുള്ള എല്ലാ നാടിന്റെ ശത്രുക്കളായിട്ടുള്ള എല്ലാവരും, ഉണ്ണികൃഷ്ണൻ ഇവിടെ പറഞ്ഞു BJPയുടെ പരാജയപ്പെടുത്താനാണ് അവർ വന്നത്. BJPയുടെ ശത്രുക്കളല്ല അവർ, ഈ നാടിന്റെ ശത്രുക്കളെയാണ് നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഈ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, നാട് മുഴുവൻ കലാപങ്ങൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കുന്ന നിരോധിത ഭീകരവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കൊടുങ്ങല്ലൂരിൽ ഇടതുപക്ഷ മുന്നണി മുനിസിപ്പാലിറ്റിയിൽ ഭരണം നിലനിർത്തിയത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ലജ്ജാകരമായ അവസ്ഥയിലാണ് ആ പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്നത്. ഇന്നിപ്പോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDFന് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാനില്ല. 2024 ഒരു MP അവർക്കും ഒരു MP നമുക്കും. 2025 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേഷൻ നിങ്ങൾക്കും തലസ്ഥാന കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടിക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ അവസാനത്തിന്റെ ആരംഭമായി കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇതുകൊണ്ടൊന്നും, ഒരു രാത്രി കൊണ്ടൊന്നും നേരം വെളുക്കാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ ഏത് സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കേരളം അവസാനത്തെ കനൽ കടന്നു പോകുന്നതെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ പാർട്ടി മരണവെപ്രാളത്തിലാണ്. ഈ പ്രാവശ്യം സംസ്ഥാനത്ത് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പൊടി പോലുമില്ല ഈ രാജ്യത്തെ കണ്ടുപിടിക്കാൻ എന്നുള്ള നിലയിലേക്ക് അവർ കൂപ്പുകുത്താൻ പോവുകയാണ്. ആ മരണവെപ്രാളത്തിലാണ് മുഖ്യ എതിരാളിയായിട്ടുള്ള കോൺഗ്രസിനും
ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനും എല്ലാം അവരെല്ലാം കൂട്ടുപിടിച്ച് ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് കാത്തിരിക്കാൻ ഒരു മടിയുമില്ല. ഒറ്റക്ക് മത്സരിച്ച് 43% വോട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാം നേടിയിട്ടുണ്ടെങ്കിൽ 2030 തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിൽ 50% വോട്ട് നേടി ഈ മുനിസിപ്പാലിറ്റി ഭരിക്കാൻ ബിജെപിക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർക്ക് യാതൊരു സംശയവുമില്ല. പടിപടിയായിട്ടാണ് കേരളത്തിൽ ബിജെപി വളർന്നു വന്നിട്ടുള്ളത്. വായിൽ വെള്ളിക്കരണ്ടിയുമായി എല്ലാ സുഖസൗകര്യങ്ങളുമായി ആരെയും ഭയപ്പെടാതെ ഈ ചവിട്ടുപടികൾ ഞങ്ങൾ ചവിട്ടിക്കയറിയതല്ല. നൂറുകണക്കിന് ആളുകളുടെ ജീവൻ, അവരുടെ കഴുത്ത്, ചങ്ക് പറിച്ചു കൊടുത്തിട്ടാണ് ബിജെപി കേരളത്തിൽ ഈ നിലയിലെത്തിയിട്ടുള്ളത്. എത്രയോ ബലിദാനികൾ മതമൗലികവാദികളുടെ മുമ്പിലും മാർക്സിസ്റ്റ് കാബാലികരുടെ മുമ്പിലും കഴുത്തിന് മുകളിൽ നിന്ന് തലയറുത്ത് വീഴുമ്പോഴും 1% പോലും മുട്ടുമടക്കാതെ നിങ്ങളെ മുമ്പിൽ പോരാടി നിങ്ങളെ കൊണ്ട് സമാധാനം പറയിപ്പിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്കൊന്നും അധികകാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. കൊടുങ്ങല്ലൂരിൽ പല പ്രത്യേകതകളും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. പലയിടങ്ങളിലും ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പാണല്ലോ നടക്കുന്നത്. ഓരോ പാർട്ടിയും അവരുടെ മാനിഫെസ്റ്റോ മുമ്പിൽ വയ്ക്കും. ഞങ്ങള് കൊടുങ്ങല്ലൂരിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ള കൃത്യമായൊരു വികസന രേഖ ജനങ്ങളുടെ മുമ്പിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സ്ഥാനാർത്ഥികളെ നിർണയിച്ച് സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്ത് തെരഞ്ഞെടുപ്പ് ദിവസം വരെ ആ മാനിഫെസ്റ്റോ, ആ വികസന രേഖയാണ് ഞങ്ങൾ വോട്ടർമാരുമായിട്ട് ചർച്ച ചെയ്തത്. LDF എന്താണ് ചെയ്തത്? അവര് പേരിനൊരു വികസന അജണ്ട മുമ്പിൽ വെച്ചു. തെരഞ്ഞെടുപ്പിന്റെ 3 ദിവസം മുമ്പ് പിതൃശൂന്യരായിട്ടുള്ള ചില ആളുകൾ, ഞാൻ അങ്ങനെ ഒരു പേര് ഇവിടെ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ പിതൃശൂന്യരെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പ്രചാരണ സാമഗ്രികൾ അച്ചടിച്ച് വിതരണം ചെയ്യുമ്പോൾ അതിനടിയിൽ ഇതാരാണ് അച്ചടിച്ച് വിതരണം ചെയ്യുന്നതെന്ന് എഴുതാനുള്ള ആർജവമില്ലാത്തവരെ പിതൃശൂന്യരെന്നല്ലാതെ എനിക്ക് വിളിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ സങ്കടത്തോടെ അങ്ങനെ വിളിക്കുന്നത്. നമ്മൾ വൈറ്റ് കോളർ ടെററിസം ജമ്മു കാശ്മീരിലും അതുപോലെ മറ്റ് ബംഗ്ലാദേശിലും മാത്രമല്ല ഉള്ളത്. വൈറ്റ് കോളർ ടെററിസം കേരളത്തിലും ഉണ്ട്. അതാണ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പുറത്ത് വലിയ മാന്യതയുടെ മൂടുപടമണിഞ്ഞ് ആതുര സേവനത്തിന്റെയും സക്കാത്തിന്റെയും ഒക്കെ പേരിൽ വലിയ മേനിനടിക്കുന്ന ആളുകൾ, ഉള്ളിൽ കാളകൂട വിഷമാണ് അത്തരം ആളുകൾക്ക്. അത്തരം ആളുകൾ വിചാരിച്ചാൽ ഒരുപക്ഷെ 1000-ഓ 2000-ഓ മുസ്ലിം സഹോദരന്മാരെ പറ്റിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ അധികകാലം നിങ്ങൾക്ക് ആ വേല ഇവിടെ നടപ്പാവില്ല. ഇതിനെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ കഴിയുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ എഴുതിയിട്ടോളൂ. നിങ്ങളുടെ സർവനാശം അടുക്കാനായി ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ ഇതുപോലെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാനത്തെ മുഴുവൻ ഫലം പരിശോധിച്ചാൽ എത്രമാത്രം മാരകമായ പരിക്കാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ പരിക്കിൽ നിന്ന് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് പാഠം പഠിക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. അവരുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട പല വിഷയങ്ങളും അതിനെ അഡ്രസ് ചെയ്യാൻ അവർ തയ്യാറാവുന്നില്ല.
ശബരിമലയുടെ കാര്യം ഏറ്റവും ഒടുവിൽ പോലും ഇത്രയും വലിയ തിരിച്ചടി അവർക്ക് കിട്ടിയിട്ടും ഈ മതമൗലികവാദികളെ മുഴുവൻ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടും ദയനീയ പരാജയം അവർക്കുണ്ടായിട്ടും സിപിഎമ്മിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്കെതിരായ ഒരു നടപടിയെടുക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. ശബരിമലയിൽ ഇനി ഒന്നും ബാക്കിയില്ല. നമ്മൾ ആദ്യം കേട്ടത് ഏതാനും സ്വർണ്ണപ്പാളികൾ മാത്രമാണ് അവിടെ നിന്ന് കളവ് പോയതെന്നാണ്. അവസാനം അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വിഗ്രഹമോഷ്ടാക്കൾ വരെ, കുപ്രസിദ്ധരായിട്ടുള്ള രാജ്യാന്തര കുറ്റവാളികൾ വരെ ശബരിമലയിലെ വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും കവർന്നുകൊണ്ടുപോയി എന്നുള്ളതാണ്. എല്ലാം സർക്കാർ കൂട്ടുനിന്നു. 2 ദേവസ്വം മന്ത്രിമാർ, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, 3-4 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, അനേകം ദേവസ്വം ബോർഡ് മെമ്പർമാർ, ജീവനക്കാർ, സിപിഎമ്മിന്റെ നേതാക്കൾ, സഹയാത്രികർ, അവരെല്ലാം ചേർന്നാണ് ശബരിമലയിലെ ഇത്രയും ഭീകരമായിട്ടുള്ള സ്വർണ്ണക്കൊള്ള ആസൂത്രണം ചെയ്തത്. ഹൈക്കോടതി ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ മൂലവിഗ്രഹവും അടിച്ചുകൊണ്ടുപോയി പകരം വിഗ്രഹം അവിടെ സ്ഥാപിക്കുമായിരുന്നു. അത്ര നീചമായ പ്രവൃത്തിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ഒരു പശ്ചാത്താപവും ഒരു മനസ്താപവും അവർക്കില്ല. ഈ LDF-നെ പോലെ ഈ കേസിൽ UDF-ഉം കുറ്റവാളികളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും വിഗ്രഹ കച്ചവടക്കാരനും ചേർന്ന് ശബരിമലയിലെ കൊള്ള ആസൂത്രണം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് പോയത് സിപിഎമ്മിന്റെ കോൺഗ്രസിന്റെ നമ്പർ 10 ജൻപദിലേക്കാണ്. അതായത് 2017 ഈ സ്വർണ്ണക്കൊള്ള സംസ്ഥാന ഗവൺമെന്റും ദേവസ്വം ബോർഡുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ആസൂത്രണം ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാലോ, ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. ആ 2017 ഈ കൊള്ള ആസൂത്രണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കുന്ന വിഗ്രഹങ്ങൾ വിൽക്കാനുള്ള മാർക്കറ്റ് തേടി അവരാദ്യം പോയത് സോണിയാഗാന്ധിയെ കാണാനാണ്. അല്ലാതെ സോണിയാഗാന്ധിക്ക് മന്ത്രച്ചരട് കെട്ടാനൊന്നുമല്ല. സോണിയാഗാന്ധിക്ക് എന്തിനാ മന്ത്രച്ചരട്? അവരിതിൽ വിശ്വസിക്കുന്ന ആളാണോ? സോണിയാഗാന്ധിക്ക് മന്ത്രച്ചരട് കെട്ടാനല്ല. സോണിയാഗാന്ധിയുടെ സഹോദരി ഇറ്റലിയിൽ ഇതുപോലുള്ള 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ബിസിനസ് നടത്തുകയാണ്. പുരാവസ്തുവും വിഗ്രഹങ്ങളും വിൽക്കുന്ന 2 അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇടപെടുന്ന 2 പ്രമുഖമായിട്ടുള്ള സ്ഥാപനങ്ങൾ ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും അടക്കമുള്ള അനേകം ക്ഷേത്രങ്ങളിൽ നിന്ന് പലതവണയായി കവർ ചെയ്യപ്പെട്ടിട്ടുള്ള പല പൗരാണികമായിട്ടുള്ള അമൂല്യമായിട്ടുള്ള വസ്തുക്കളും വിഗ്രഹങ്ങളും നേരത്തെയും ഇങ്ങനെ വിപണനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടൂർ പ്രകാശും ആന്റണിയും സോണിയാഗാന്ധിയെ എന്തിന് കാണാൻ പോയി എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കണ്ടതാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ കാണാൻ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പല ആളുകളെയും കൊണ്ടുപോയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ്, ആഭ്യന്തരമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ്, നാഷണൽ പ്രസിഡന്റിന്റെ അപ്പോയിന്റ്മെന്റ് ഞങ്ങൾ എടുത്തു കൊടുക്കാറുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാരെല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ ആ എടുത്തു കൊടുക്കുമ്പോൾ ഞങ്ങൾ ആര് ചോദിച്ചാലും പറയും ഇയാൾ എന്തിനാണ് വന്നത്. പക്ഷേ അടൂർ പ്രകാശിനും ശബരിമല നിലനിൽക്കുന്ന പത്തനംതിട്ട MP-ക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഒരു വ്യവസായി സ്വർണം വാങ്ങിയാളും സോണിയാഗാന്ധി ഒരുമിച്ച് കാണുകയാണ്. അതുകൊണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDF-നെ പോലെ തന്നെ കുട്ടുത്തരവാദിത്വം UDF-നുമുണ്ട്. ഇവരെല്ലാം ചേർന്നാണ് നാടിനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. മതമൗലികവാദികളെ എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു,
കഴിഞ്ഞ ദിവസം ഒരു പരാമർശം, ആ പരാമർശം കേൾക്കുമ്പോഴേക്കും LDF-ഉം UDF-ഉം എല്ലാ വർഗീയ ശക്തികളും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. വെള്ളാപ്പള്ളി മൈക്ക് തട്ടി, ഇവിടെ വെള്ളാപ്പള്ളി മൈക്ക് തട്ടി എന്ന് പറഞ്ഞ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും ആട്ടിയോടിച്ച പിണറായി വിജയനോട് ആർക്കും പരാതിയില്ല. വെള്ളാപ്പള്ളി നടേശന്റെ മൈക്ക് ഒന്ന് തട്ടി എന്നാണ് പറയുന്നത്. ഇവിടെ ഏകപക്ഷീയമായ മതനിരപേക്ഷതയാണ് കേരളത്തിലുള്ളത്. ഒരു വിഭാഗത്തിനെതിരെ എന്ത് നടന്നാലും ചോദിക്കാനും പറയാനും ആളില്ല. എന്നാൽ 30% വരുന്ന മറ്റൊരു വിഭാഗത്തിനെ കുറിച്ച് സത്യസന്ധമായ ഒരു കാര്യം പോലും പറയാനുള്ള ധൈര്യം കേരളത്തിൽ നഷ്ടമാവുന്നു രാഷ്ട്രീയ നേതാക്കന്മാർക്ക്. മലപ്പുറം ജില്ലയിൽ എന്ത് ജനാധിപത്യമാണുള്ളത്? കമ്മ്യൂണിസ്റ്റുകാരിവിടെ വലിയ വർത്തമാനം പറയുന്നുണ്ടല്ലോ, വോട്ട് ചോരി, വോട്ട് ചോരി. മലപ്പുറം ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച 33 പേര് ലീഗുകാരാണ് ജയിച്ചത്. എങ്ങനെ ജയിച്ചത്? ഇപ്പൊ വോട്ട് ചോരി ഇല്ലേ? EVM ടാമ്പറിംഗ് ഇല്ലേ? വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം ഇല്ലേ? BJP ജയിക്കുമ്പോൾ വോട്ട് ചോരി, ജനാധിപത്യം തകരുന്നു. ഒരു ജില്ലയിലെ സമ്പൂർണ്ണ ആധിപത്യം ഒരു പാർട്ടിക്ക് കിട്ടുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ആളില്ല. മലപ്പുറം ജില്ലയിലല്ലേ ഈ നാട്ടിൽ നടക്കുന്ന ഏത് വിധ്വംസക പ്രവർത്തനങ്ങളും അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന താവളങ്ങൾ നരേന്ദ്രമോദി സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. എവിടെയായിരുന്നു ആസ്ഥാനം? എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ ഗ്രീൻ വാലിയിലേക്ക് നടന്ന മാർച്ച്, അവിടേക്ക് മാർച്ച് നടത്താൻ ഞങ്ങൾ പോയപ്പോ 4 കിലോമീറ്റർ അപ്പുറത്താണ് പോലീസ് തടഞ്ഞത്. മതേതരത്വത്തിന്റെ ഈറ്റില്ലമാണ്. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് എന്നാണ് പറയുന്നത്. ആ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ആഗോള മതഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനം. നരേന്ദ്രമോദിയും അമിത്ഷായും ഈ രാജ്യം ഭരിക്കുന്നത് കൊണ്ട് ആ പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനം ഇപ്പോൾ അടച്ചു പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇവിടെ BJPക്കെതിരെ വർഗീയ ഈ രാജ്യത്തെ തന്നെ തകർക്കുന്ന, ജനാധിപത്യത്തെ തകർക്കുന്ന, സമാധാനം തകർക്കുന്ന ശക്തികളുമായിട്ടാണ്. മോദി സർക്കാർ കേന്ദ്രത്തിൽ ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അത്തരം ശക്തികളെ തടയിടാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അതിഭീകരമായിട്ടുള്ള വർഗീയ കലാപങ്ങൾക്ക് കേരളം വിളനിലമാവുമായിരുന്നു. സുഹൃത്തുക്കളെ, RSSഉം BJPയും ഈ നാട്ടിൽ ജനാധിപത്യം പുലരാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ജനാധിപത്യവും PFIയും അടക്കമുള്ള സംഘങ്ങളാണ്. 4 വോട്ടിനു വേണ്ടി ഒന്നാന്തരം വർഗീയ ശക്തികളെ, മതഭീകരന്മാരെ കൂട്ടുപിടിച്ച് നിങ്ങൾ നടത്തിയ രാഷ്ട്രീയം ഇന്ത്യയിൽ എല്ലായിടത്തും പരാജയപ്പെട്ടു. ബംഗാളിൽ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലും കെട്ടുവെച്ച കാശ് കിട്ടില്ല. അതിന് കാരണം നിങ്ങൾ അവിടെ നടത്തിയ ഇതേ പ്രവൃത്തിയാണ്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരായ ഭീകരവാദികളെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവരെ പാലൂട്ടി വളർത്തി രാജ്യദ്രോഹ ശക്തികൾക്ക് എല്ലാ അധികാരങ്ങളും കൊടുത്ത് നിങ്ങൾ നടത്തിയ വിഷലിപ്തമായ നീക്കമാണ് ബംഗാളിൽ നിങ്ങൾ ഒന്നുമല്ലാതായി മാറിയത്. വൈകാതെ കൊടുങ്ങല്ലൂരിൽ സന്തോഷിക്കുന്ന സഖാക്കളോട് എനിക്ക് പറയാനുള്ളത്, വൈകാതെ കേരളത്തിലും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതാണ്. മതഭീകരവാദികൾ, പോപ്പുലർ ഫ്രണ്ട്, ജമാഅത്തെ ഇസ്ലാമി നാളെ നിങ്ങളെ തോൽപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഹിന്ദുക്കൾ മത്സരിക്കുന്ന എല്ലായിടത്തും അവർ ഇറങ്ങും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കേണ്ട. അതിന് അധികം സമയം വേണ്ടി വരില്ല. മതം നോക്കിയാണ് അവര് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ തോൽപ്പിക്കാൻ മറ്റൊരു പരിങ്ങൾ ഇവിടെ പാലൂട്ടി വളർത്തിയ മതഭീകരവാദികൾ
ഒരൊറ്റ പ്രസ്താവന ജോസ് കെ മാണി നേരത്തെ നടത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ നിരന്തരമായി തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള മാതൃഭൂമി പത്രത്തിന്റെ ഉടമസ്ഥൻ ശ്രേയാംസ് കുമാർ ഇനി കേരളത്തിൽ എത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ജയിക്കില്ല. കാരണം LDF-ലാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. എനിക്കൊരു 100 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന പലയിടങ്ങളിലും അന്ധമായിട്ടുള്ള മതവിദ്വേഷം വെച്ച് ഒറ്റതിരിഞ്ഞ് ആളുകളെ തോൽപ്പിക്കാൻ ഇത്തരം നീചമായ പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും നടന്നിട്ടുണ്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിലും നടന്നിട്ടുണ്ട്. അത്തരം ശക്തികൾ ജനാധിപത്യത്തിന് ഭീഷണിയാണ്. അത്തരം ശക്തികൾ സമൂഹത്തിന്റെ സർവനാശം ആഗ്രഹിക്കുന്നവരാണ്. അത്തരം ശക്തികൾ കലാപം ആഗ്രഹിക്കുന്നവരാണ്. അത്തരം ശക്തികൾ ഈ രാജ്യം തകരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത്തരം ശക്തികൾ വികസനം തടസ്സപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് കൊടുങ്ങല്ലൂരിലെ ഈ ചതി LDF-ഉം UDF-ഉം ചേർന്ന് നടത്തിയിട്ടുള്ള ഈ ചതി നിങ്ങൾക്ക് തന്നെ 5 കൊല്ലം കഴിയുമ്പോൾ വലിയ തിരിച്ചടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ BJPക്ക് ഒരു തരത്തിലുള്ള സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടത്. ഞങ്ങൾ വികസനത്തിന്റെ അജണ്ട മുന്നോട്ട് വച്ചു. ഈ 2 മുന്നണികളുടെ തെറ്റുകൾ തുറന്നു കാണിച്ചു. ഞങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി. തലസ്ഥാന നഗരിയിൽ നാം അത് കണ്ടു. അനേകം തദ്ദേശ സ്ഥാപനങ്ങളിൽ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായി. 2024 ഞങ്ങൾക്ക് ജനങ്ങൾ MP-യെ തന്നു. 2025 മേയറെയും ഡെപ്യൂട്ടി മേയറെയും തന്നു. 2026 കേരള രാഷ്ട്രീയത്തെ നിർണയിക്കാൻ കഴിയുന്ന വലിയ ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനെ ഇത്തരം കുൽസിത നീക്കങ്ങളിലൂടെ തടയാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട. അതിനെയും അതിജീവിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം ബലിദാനികളുടെ ജീവൻ നൽകിയതിന്റെ അടിത്തറയിലാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കണ്ട എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി